ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന നേരത്ത് ടപ്പേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള വളരെ കനം കുറച്ചിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കനം കുറച്ച് സ്ലൈസായിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും അതുപോലെ പച്ചമുളകും ചതച്ചതാണ് കേട്ടോ. അപ്പം ഇഞ്ചി ഒരു ചെറിയ പീസ് മതി. ഞാനിവിടെ 2 ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവ് അല്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2, 3 അല്ലെങ്കിൽ 4 നമുക്ക് പച്ചമുളക് എടുക്കാം കേട്ടോ. അത് ഓരോരുത്തർ എരിവിനനുസരിച്ചിട്ട് എന്തോരം എരിവ് വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ 2 എണ്ണ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടി ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു 1/4 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒത്തിരി കൂടണ്ട, കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുള്ളതല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഉപ്പ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ മാവാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആയാലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ലേശം ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും ചേർത്തിട്ട് നല്ലതുപോലെ കൈ വെച്ചൊന്ന് കൂട്ടി തിരുമ്മിയെടുക്കണം. സവാളയിൽ നിന്നും അല്പം വെള്ളമൊക്കെ ഇറങ്ങും. പക്ഷേ നമുക്ക് ആ ഒരു മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറേശ്ശെ വെള്ളം കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി വെള്ളം കൂടരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ഭയങ്കരമായിട്ട് ലൂസായി പോവും. അപ്പോൾ അത്രയും ലൂസ് ആവാത്ത രീതിയിൽ കുറേശ്ശെ മാത്രം വെള്ളം ഒഴിച്ചൊന്ന് ചെറുതായി തെളിച്ചു കൊടുക്കണ പോലെ കൊടുത്ത് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം, യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ കുറേശ്ശെ വെള്ളമൊന്ന് ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. പിന്നെ സവാള ഒത്തിരി കട്ടി കൂടുന്നതിനേക്കാൾ ഇങ്ങനെ നല്ല സ്ലൈസ് ചെയ്തിട്ട് ഇങ്ങനെ കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കുക. കാരണം അത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് വരും. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. അതിന് ശേഷം അതിൽ നിന്നും കുറേശ്ശെ ഈ ഒരു സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവോ എരിവ് കുറവോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതുപോലെ കുറേശ്ശെ മാവെടുത്ത് നല്ലതുപോലെ ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ ഇട്ട് കുറേശ്ശെ മാവുകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഭയങ്കരമായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് ആവുന്നത് വരെ നമ്മളിത് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ഒരു ക്രിസ്പിനെസ് വരുമ്പോൾ തന്നെ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കാരണം ഒത്തിരി കരിഞ്ഞ പോലെ ആവും അല്ലെങ്കിൽ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് അത്ര രസം ഉണ്ടാവില്ല കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ചെറുതായി ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്നും കോരി സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കാരണം സവാള അരിഞ്ഞ് കുറച്ച് ആ ഒരു മാവിൻ്റെ ആ ഒരു മിക്സ് ആക്കുക വേണ്ട, റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണിത്. വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ വീട്ടിൽ പലഹാരമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. കാരണം ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട. പിന്നെ സവാള ഒട്ടുമിക്ക എല്ലാവരും വീട്ടിലും കാണും. അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മളിതാ ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞൊന്നും പോവാതെ ഒരു ചെറിയ മുരിച്ചിൽ വന്നപ്പോൾ അത് എണ്ണയിൽ നിന്നും കോരി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ചായയുടെ കൂടെ ഒരു കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി 4 മണി പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.